ആകാശവാണി കവരത്തി. ഫെൺഫോരിഷ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കവരത്തി നിലയത്തിൻ്റെ ഫെൺഫോരിഷയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി ലക്ഷദ്വീപിലെ അമിനിയിൽ ദീപശ്രീയുടെ FNHW മൊഡ്യൂൾ റോളൗട്ട് ചെയ്യുന്ന മെൻറ്ററായി ജോലി ചെയ്തു വരുന്ന പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം മനിശ്ശേരി സ്വദേശിനി തനുജ. ഇവർ പാലക്കാട് ജില്ലയിലെ തത്തക്കുളം പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ് വുമണായി 6 മാസം ജോലി ചെയ്തു. ജീവിതത്തിൽ പല സാഹചര്യങ്ങളും വെല്ലുവിളികളും വന്നിട്ടും അതിനെയെല്ലാം ധൈര്യത്തോടെ നേരിട്ട് സ്വന്തം കുടുംബത്തിൻ്റെ സന്തോഷത്തിനും സുരക്ഷയ്ക്കുമായി നിരന്തരം പ്രയത്നിക്കുന്ന ഒരാളാണിവർ. സ്വന്തം കാലിൽ ഉറച്ചു നിൽക്കാനും കുടുംബത്തിനൊരു താങ്ങാവാനും അതോടൊപ്പം മറ്റു പല സ്ത്രീകൾക്കും ഒരു പ്രചോദനമാവാനും കഴിഞ്ഞ വ്യക്തിത്വം. ഒരു സ്ത്രീ വീട്ടിനുള്ളിൽ മാത്രം ഒതുങ്ങേണ്ടവളല്ല, സ്വന്തം കഴിവും അധ്വാനവും കൊണ്ട് ജീവിതം മാറ്റി എഴുതാൻ കഴിയുന്നവളാണെന്ന് ജീവിതം കൊണ്ട് തെളിയിച്ച ആളാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. അവരുടെ ജീവിതാനുഭവങ്ങളും പോരാട്ടങ്ങളും വിജയത്തിൻ്റെ കഥകളും നമ്മളുമായി പങ്കുവെക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് തനുജയാണ്. ഞാൻ ഇപ്പോൾ ലക്ഷദ്വീപിലെ അമിനി ദ്വീപിൽ ദീപശ്രീയുടെ FNHW മൊഡ്യൂൾ റോളൗട്ട് ചെയ്യുന്ന മെൻറ്ററായി ജോലി ചെയ്യുന്നു. ഞാനിവിടെ എത്താനുള്ള സാഹചര്യം എൻ്റെ കുടുംബശ്രീയാണ്. ഞാൻ കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് മനിശ്ശേരി എന്ന ഒരു സാധാരണ നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്ന ഒരു ആളാണ്. കുടുംബശ്രീയാണ് എന്നെ ഈ നിലയിൽ ഇവിടെ എത്താൻ സഹായിച്ചത്. കുടുംബശ്രീയുടെ അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ 2006 മുതൽ കുടുംബശ്രീയിൽ പ്രവർത്തിക്കുന്നുണ്ട്. 2006 കഴിഞ്ഞ് പിന്നെ വരുന്ന ഇലക്ഷനിൽ ഞാൻ CDS മെമ്പറായി, പിന്നെ വൈസ് ചെയർപേഴ്സണായി, സാമൂഹ്യ ഉപസമിതി കൺവീനറായി. അങ്ങനെ ഞാനൊരു 16 വർഷത്തോളം CDSൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ജില്ലാ മിഷനിലെ ക്ലസ്റ്റർ ലെവൽ കോർഡിനേറ്ററായി MKSPയുടെ കീഴിൽ ജൈവ കൃഷി എങ്ങനെ ചെയ്യും, അതെങ്ങനെ ചെയ്യണമെന്നുള്ള ക്ലസ്റ്റർ ലെവലിൽ ഓരോരുത്തർക്ക് ക്ലാസ് കൊടുത്തിട്ടും അവയർനെസ് കൊടുത്തിട്ടും ജോലി ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ 2021 NROയിൽ മെൻറ്ററായി സെലക്ഷൻ കിട്ടി. അതിനുശേഷം ഞങ്ങൾക്ക് പുറത്ത് സ്റ്റേറ്റിൽ ഇമേഷനായി മാത്രമാണ് മണിപ്പൂർ ഞങ്ങൾക്ക് സന്ദർശിക്കാൻ കഴിഞ്ഞത്. അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ഇതെല്ലാം എത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ 2012 ഞങ്ങളുടെ നാട്ടിൽ തരിശായി കിടക്കുന്ന കുറേ ഭൂമി ഉണ്ടായിരുന്നു. അതെല്ലാം ഞങ്ങൾ 4 സ്ത്രീകൾ ചേർന്ന് കുടുംബശ്രീയിൽ JLG രൂപപ്പെടുത്തി അവിടെയെല്ലാം കൃഷി ചെയ്ത് ഞങ്ങൾ വാഴ, ഇഞ്ചി, ഇടവിളയായി പച്ചമുളക്, തക്കാളി, ചീര, അത്യാവശ്യം വരുന്ന എല്ലാ പച്ചക്കറികളും, മുളക്, വെണ്ട, വഴുതന, പയറ്, അങ്ങനെ വരുന്ന എല്ലാ പച്ചക്കറികളും നട്ടു. ഓണത്തിന് വാഴ കൃഷി ചെയ്ത് കൊല വെട്ടി അത് വിൽക്കുന്നതിനേക്കാൾ ഇടവിളയിൽ നിന്ന് ഞങ്ങൾക്ക് നല്ല ലാഭമാണ് കിട്ടിയത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ അത്രയും തുകയൊന്നും പ്രതീക്ഷിച്ചല്ല ചെയ്ത്. തരിശായി കിടക്കുന്ന സ്ഥലം നന്നാക്കി എടുക്കുക, അവിടെ കൃഷി യോജ്യമാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അത് ചെയ്തത്. പക്ഷെ അത് ഭയങ്കര വിജയമായി തീർന്നു. അത് ഞങ്ങൾക്ക് ഒരു വലിയ ഇൻസ്പിറേഷനായിരുന്നു, ഇങ്ങനെ ചെയ്യാനും ഓരോന്ന് ചെയ്യാനൊക്കെ. അതിനുശേഷം ഞങ്ങൾ ഓരോ വീട്ടിലും ടെറസ് ഫാമിങ്, അക്വാപോളിക് കൃഷി, അങ്ങനെ പല വിധത്തിൽ വെറൈറ്റി, അങ്ങനെ ഓരോ വീടുകളിൽ ഓരോ ടൈപ്പ് കൃഷിയെല്ലാം ചെയ്ത് ആ നാട്ടിലേക്ക് ആവശ്യമായ അത്യാവശ്യം പച്ചക്കറികളെല്ലാം ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തിരുന്നു. കൊറോണ സമയത്ത് ഞങ്ങൾക്ക് ഒത്തിരി പച്ചക്കറികൾ വിൽക്കാനുള്ള ഇടയായി. കൂടാതെ ഞാൻ എൻ്റെ വീട്ടിൽ NREGSലെ കാർഡ്, തൊഴിലുറപ്പിൻ്റെ കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ വീട്ടിൽ കിണർ കുഴിക്കാൻ ആളെ കിട്ടിയില്ല. അന്നേരം സ്ത്രീകൾ കിണർ കുഴിച്ചാൽ എങ്ങനെ എന്നുള്ള ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരും രംഗത്ത് വരാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. NREGS വഴി മെറ്റീരിയൽ വർക്ക്, കിണർ കുഴിക്കൽ, കുളം കുഴിക്കൽ ഇതെല്ലാം ചെയ്യാമായിരുന്നു. പക്ഷെ കൂടുതൽ തൊഴിലുറപ്പിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിലെ കിണർ കുഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ആദ്യം തയ്യാറെടുത്തു. എൻ്റെ കൂടെ 4-5 പേരും ചേർന്ന് ഞങ്ങൾ സ്ത്രീകൾ കിണർ കുഴിച്ചു.
എൻ്റെ വീട്ടിൽ കിണർ കുഴിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും പരിഹസിച്ചു, പെണ്ണുങ്ങൾ കുഴിച്ച കിണറിൽ വെള്ളം ഉണ്ടാവില്ല എന്നൊക്കെ. അതൊക്കെ വെറും പൊള്ളയായ വ്യാജമായ പ്രചരണമായിരുന്നു എന്ന് തെളിയിച്ചുകൊണ്ട് ഞങ്ങളത് നന്നായി കിണർ കുഴിച്ച് അതിനകത്ത് വെള്ളവും കണ്ട് ഇന്നും ഞാൻ കുടിക്കുന്ന ആ വെള്ളമാണ്. അത് എൻ്റെ വീട്ടിൽ മാത്രമല്ല 9 കിണർ ഞാൻ അനങ്ങനടി പഞ്ചായത്തിൽ കുഴിച്ചിട്ടുണ്ട്. കുളം, അതുപോലെ കുളം 3 കുളം ഞാൻ കുഴിച്ചിട്ടുണ്ട്. ഞാൻ അതിലെല്ലാം പങ്കാളിയായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് കെട്ടിട നിർമ്മാണത്തിന് അവിടെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെന്ന് കേട്ടത്. അപ്പോൾ ഞാൻ അതും പഠിക്കാൻ എനിക്ക് ആഗ്രഹമായി. ഞങ്ങളങ്ങനെ കെട്ടിട നിർമ്മാണത്തിനുള്ള ട്രെയിനിങ്ങിൽ ചേർന്നു. 7 തരത്തിലുള്ള കെട്ടുകൾ പഠിച്ചു. ഇതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടൊരു സംഭവം ഉണ്ടായത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ മരണം. അത് ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ ഇനി കുട്ടികളെ പഠിപ്പിക്കണം, ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ തന്നെ പ്രവർത്തിക്കണം എന്നായി. അപ്പോൾ ഈ ചെറിയ വരുമാനം കൊണ്ടൊന്നും നടക്കില്ലെന്നായി. അപ്പോൾ ഞാൻ വീണ്ടും എന്ത് ചെയ്തു, കാറ്ററിംഗ് ഗ്രൂപ്പ്. എനിക്ക് നന്നായി പാചകം ചെയ്യാൻ അറിയാം, അതിലെനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്വന്തമായിട്ടൊരു കാറ്ററിംഗ് ഗ്രൂപ്പ് രൂപീകരിച്ച് അത്യാവശ്യം വരുന്ന എന്ത് ഓർഡറുകളും സ്വീകരിച്ച് ഞങ്ങൾ 4 പേര്, എൻ്റെ കുടുംബശ്രീയിലെ ചേച്ചിമാരാണ് എന്നെ ഈ തരത്തിലാക്കാനും എന്നെ എല്ലാ ഹെൽപ്പിനും എൻ്റെ കുടുംബശ്രീ ചേച്ചിമാരാണ്. ഞാൻ അവരേനെയും കൂട്ടി യോജിപ്പിച്ചിട്ട് തനൂസ് കാറ്ററിംഗ് ഗ്രൂപ്പ് രൂപീകരിച്ച് അതിനകത്ത് ഞങ്ങൾ അത്യാവശ്യം വേണ്ട കല്യാണ ഓർഡറുകൾ വരെ പിന്നെ എടുത്ത് വരുന്ന എല്ലാ ഓർഡറുകൾ സ്വീകരിച്ച് എല്ലാവർക്കും വരുമാനം കിട്ടുന്ന രീതിയിൽ ഞങ്ങൾ പ്രവർത്തിച്ചു. കൂടാതെ കേക്ക് മേക്ക് ചെയ്ത് കൊടുത്തു. അങ്ങനെ എനിക്ക് വേണ്ട വരുമാനം എൻ്റെ കുടുംബശ്രീയിൽ നിന്ന് ഞാൻ നേടിയെടുത്തു. എൻ്റെ കുടുംബത്തെ സംരക്ഷിച്ചു, എൻ്റെ മക്കളെ പഠിപ്പിച്ചു. ഓരോ കാര്യങ്ങളും എനിക്കും എൻ്റെ കൂടെ നിന്ന ചേച്ചിമാർക്കും അതൊരു ഒത്തിരി ഉപകാരമായിരുന്നു, ഓരോ വീട്ടിലേക്കും കൊടുക്കാൻ. ഇതോടൊപ്പം തന്നെ ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ പോയിട്ട് ഈ 4 ഏക്കർ സ്ഥലം പാട്ടത്തിന് എടുത്തിട്ടാണ് ഞങ്ങൾ കൃഷി നടത്തുന്നത്. ആ കൃഷി സ്ഥലങ്ങൾ നനയ്ക്കലും ചെയ്യലും ഞങ്ങൾക്ക് 1 മണിക്കൂറേ മാറ്റി വയ്ക്കേണ്ടു നനയ്ക്കാൻ. ആദ്യം മാത്രം നടാനും വിളവ് സ്ഥലം ഒരുക്കാനും മാത്രമാണ് നമുക്ക് കൂടുതൽ ദിവസം വേണ്ടി വരുള്ളൂ. അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ അരമണിക്കൂറോ 1 മണിക്കൂറോ ഞങ്ങൾ 4 പേര് ഇറങ്ങി ചെന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നനയ്ക്കലോ വേറെ വല്ല വള്ളി കെട്ടലോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തീർക്കാം. അപ്പോൾ ആ വരുമാനം വേറെയും ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു. അതോടൊപ്പം ഞങ്ങൾ കാറ്ററിംഗ് നടത്തുമ്പോൾ അതിന് വേണ്ട പച്ചക്കറികളും എല്ലാം കിട്ടും. ബാക്കി വരുന്നത് ഞങ്ങൾ വിൽപ്പനയും നടത്തും. അത്യാവശ്യം ഞങ്ങൾ ഒരു 4-5 കുടുംബങ്ങൾ കഴിഞ്ഞു പോകാൻ തരത്തിലുള്ള സമ്പാദ്യം ഞങ്ങൾക്ക് അതിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. എൻ്റെ മോനെയും മോളെയും പഠിപ്പിച്ച് ഇന്നെൻ്റെ മോള് യൂറോപ്പിൽ പോയിട്ട് PhD എടുക്കാൻ പോയിരിക്കുകയാണ്. അതിലെല്ലാം ഞാൻ പ്രൗഡാണ്. അതെല്ലാം എൻ്റെ കുടുംബശ്രീയാണ്. എൻ്റെ മോൻ ഡിഗ്രി കഴിഞ്ഞു. ഇപ്പോൾ അവർ സ്വന്തം നിലയിൽ ജീവിക്കാനുള്ള പ്രാപ്തിയാവാനുള്ള വിദ്യാഭ്യാസം കൊടുക്കാനും എല്ലാം കുടുംബശ്രീയിൽ നിന്ന് എനിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞതാണ്. പിന്നെ വേറൊരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ 2021 NRO മെൻഡർ ആയതിനു ശേഷം എനിക്ക് മണിപ്പൂർ സന്ദർശിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് എന്തോ നിർഭാഗ്യവശാൽ ഞങ്ങൾക്കൊരു സ്ഥിരം പോസ്റ്റിംഗ് കിട്ടാനുള്ള യോഗം ഉണ്ടായില്ല. അപ്പോഴാണ് കേരളത്തിലെ ട്രൈബൽ ഏരിയയിൽ മൈക്രോ പ്ലാൻ തയ്യാറാക്കുന്നതിന് മെൻറ്റേഴ്സിന് ആവശ്യമാണെന്ന് പറഞ്ഞ് ആദ്യമായി നമ്മുടെ കേരളത്തിലെ ഏറ്റവും റൂറൽ ഏരിയ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏക ട്രൈബൽ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ മൈക്രോ പ്ലാൻ തയ്യാറാക്കുന്നതിന് വിസിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. അതിൻ്റെ പ്രോപ്പർ എല്ലാം A to Z അത് തുടങ്ങിയ സർവേ മുതൽ അത് ഒരു പ്രൊജക്റ്റ് ആക്കുന്നത് വരെ ഏകദേശം ഒരു 2 വർഷത്തോളം എനിക്ക് അതിൽ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു. കൂടാതെ കേരളത്തിലെ മിക്ക ജില്ലകളിലും ട്രൈബൽ ഏരിയയിൽ എല്ലാ വിഭാഗക്കാർക്ക് വേണ്ടിയിട്ടും SC/ST മേഖലയിൽ മൈക്രോ പ്ലാൻ തയ്യാറാക്കുന്നതിനുള്ള ഒരവസരം എനിക്ക് കിട്ടി. അതെല്ലാം കുടുംബശ്രീ മുഖേനയാണെന്ന് ഞാൻ ഊന്നി പറയുന്നു. പിന്നെ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ്, എൻ്റെ ജീവിതത്തിന് എൻ്റെ മനസ്സിന് ഉലച്ചൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഒരു സംഭവമായിരുന്നു വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം. ആ ദുരന്തത്തിൽപ്പെട്ട് രക്ഷപ്പെട്ടവരുടെ അവർക്ക് വേണ്ട പ്ലാൻ തയ്യാറാക്കി അവർക്ക് സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞു. ഈ കുടുംബശ്രീ മുഖേനയാണ് അത് കഴിഞ്ഞത്. എനിക്ക് ഭയങ്കര അഭിമാനമാണ്. ഇന്ന് അതിൽ നിന്നെല്ലാം മാറി ഇപ്പോൾ എനിക്ക് FNHWൻ്റെ മെൻഡറായി ലക്ഷദ്വീപിൽ പോസ്റ്റ് കിട്ടി. അത് എൻ്റെ വേറൊരു ഭാഗ്യമാണ്. അതെല്ലാം ഈ കുടുംബശ്രീയാണ്. ഈ കുടുംബശ്രീയുടെ അതേ രൂപത്തിലാണ് ലക്ഷദ്വീപിൽ ദീപശ്രീ. അപ്പോൾ ഇവിടെയുള്ള ജനങ്ങൾക്കും ഇവിടുത്തെ സാഹചര്യത്തിനനുസരിച്ച് അവർക്ക് മുന്നോട്ട് വരാനുള്ള ഒത്തിരി കാര്യങ്ങൾ ദീപശ്രീയിലൂടെയുണ്ട്. എല്ലാവരും മുന്നോട്ട് വന്ന് ദീപശ്രീയിലൂടെ ഉയർന്ന പോസ്റ്റിലെത്താൻ
കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും വരുമാനവും സമ്പാദ്യവും സന്തോഷമുള്ള ഒരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്കിവിടെ എത്താൻ കഴിഞ്ഞു എങ്കിൽ ഇവിടെ എന്നേക്കാൾ കഴിവുള്ള ഒത്തിരി പേരുണ്ട്. എല്ലാവർക്കും ഈ ദീപശ്രീ ഒരു അവസരമാണ്. ആ അവസരങ്ങൾ നമ്മൾ ഉപയോഗിച്ച് അതിലൂടെ നമുക്ക് വേണ്ട നമ്മുടെ കുടുംബത്തിനാവശ്യമായ നമ്മുടെ സമൂഹത്തിനാവശ്യമായ നേട്ടങ്ങൾ നേടിക്കൊടുത്ത് അഭിമാനത്തോടെ ജീവിച്ച് അഭിമാനത്തോടെ മരിക്കാൻ എല്ലാവർക്കും ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾ ഇതുവരെ കേട്ടത് ഫെൺഫൂരിഷ. ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അതിഥി ലക്ഷദ്വീപിലെ അമിനിയിൽ ദീപശ്രീയുടെ FNHW മൊഡ്യൂൾ റോൾ ഔട്ട് ചെയ്യുന്ന മെന്ററായി ജോലി ചെയ്തു വരുന്ന പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം മനിശ്ശേരി സ്വദേശിനി തനുജ. ഈ പരിപാടി തയ്യാറാക്കിയത് BB സമിയ, സലാഹിയ മൻസൽ. ഏവർക്കും നന്ദി, നമസ്കാരം.